ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഇവനൊന്ന് കുട്ടപ്പനാക്കി എടുത്താലോ. ഇത് എനിക്ക് കുറച്ച് നാളായി കിട്ടിയിട്ട്, അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇവനെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കിതൊന്ന് ചെയ്താലോ. പെൻ ഹോൾഡറായിട്ടോ അല്ലെങ്കിൽ ഫ്ലവർ വേസ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാക്രമേ ത്രെഡാണ് കേട്ടോ. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനിത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മാക്രമേ ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇതിന് വേണ്ടി വൂളൻ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്ത് നോക്കാം. എല്ലാ സൈഡിലും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ ഇരുമ്പ് പാട്ടയുടെ കാൽഭാഗത്തിന് മുകളിലായിട്ട് ഞാനിത് ഒട്ടിച്ച് നിർത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ബോട്ടിലുമേൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ ഐറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റം എന്താണോ അതിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു റൗണ്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഭാഗവും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ ഒട്ടിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറുത്ത കളറ് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ബാക്കി ഭാഗം പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് പെയിൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനപ്പോൾ എനിക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഈ പാട്ടയിലുള്ള ഡിസൈൻ ഒന്ന് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വെച്ച് ചെയ്തത്. നാല് ഭാഗത്തും പെയിൻ്റൊക്കെ ചെയ്ത് ഉണങ്ങി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മാക്രമേ ത്രെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ആക്രിലിക് പെയിൻറ്റ് റെഡ് കളറിൽ മുക്കി ഉണക്കി എടുത്തതാണ്. നമുക്കിത് ഇതേ കളറൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമനുസരിച്ച് ഇതുപോലെ കളറ് ചെയ്ത് ഉണക്കി എടുത്താലും മതിയാവും. എന്നിട്ട് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറ് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് സ്റ്റെമ്മും ലീഫും വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇതുപോലെ ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് നല്ല ഭംഗിയാക്കി വയ്ക്കാൻ പറ്റും. ഏത് തരം ക്രാഫ്റ്റ് വീഡിയോസാണ് കാണാൻ ആഗ്രഹം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി.
വളരെ സിമ്പിളല്ലേ, കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.